ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ നടന്ന സൗഹൃദ മത്സരത്തിൽ അൽ നസറിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വരികയാണ് ചെയ്തിട്ടുള്ളത്. 2-3 ഗോളുകൾക്ക് സ്പാനിഷ് ക്ലബ്ബായ അൽമേരിയ അവരെ പരാജയപ്പെടുത്തി. പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആരാധകർക്ക് സന്തോഷിക്കാനുള്ള ഒരു വക ഈ മത്സരത്തിലുണ്ട്. കാരണം റൊണാൾഡോ തിളങ്ങിയിട്ടുണ്ട്. 2 ഗോളുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. റൊണാൾഡോയുടെ ഇപ്പോഴത്തെ പ്രായം അത് 40 വയസ്സാണ്. പക്ഷെ അത് ആരെങ്കിലും അദ്ദേഹത്തെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് നന്നാവും. കാരണം ഒരു 40-കാരനെ പോലെയല്ല അദ്ദേഹം ഇപ്പോൾ കളിക്കുന്നത്. ഒരു 20-കാരനെ പോലെ ഗോളടിച്ചു കൂട്ടാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് സാധിക്കുന്നുണ്ട്. അത്രയും മികച്ച ഫോമിലാണ് റൊണാൾഡോ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ അൽ നസറിന് വേണ്ടിയാണെങ്കിലും പോർച്ചുഗലിന് വേണ്ടിയാണെങ്കിലും ഒരുപോലെ ഗോളടിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. പ്രീ സീസണിൽ ഗംഭീര പ്രകടനമാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചില കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് അവസാനമായി കളിച്ച 3 മത്സരങ്ങളിൽ നിന്ന് 6 ഗോളുകൾ പൂർത്തിയാക്കാൻ ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവസാനത്തെ 5 മത്സരങ്ങളിൽ നിന്ന് 8 ഗോളുകൾ, അവസാനത്തെ 7 മത്സരങ്ങളിൽ നിന്ന് 10 ഗോളുകൾ നേടാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതായത് സ്ഥിരതയാർന്ന പ്രകടനം 40-കാരനായ ഈ ഒരു താരം ഇപ്പോൾ പുറത്തെടുക്കുന്നു. ഇന്നലത്തെ മത്സരത്തിൽ 2 ഗോളുകൾ നേടി. അതിനു മുൻപ് പോർച്ചുഗീസ് ക്ലബ്ബായ റിയോക്കെതിരെ ഹാട്രിക് നേടാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കഴിഞ്ഞിരുന്നു. അതിനു മുൻപ് ടുളൂസക്കെതിരെയായിരുന്നു കളിച്ചിരുന്നത്. ആ മത്സരത്തിൽ 1 ഗോൾ റൊണാൾഡോ നേടിയിരുന്നു. അതിനു മുൻപ് പോർച്ചുഗലിന് വേണ്ടി 2 മത്സരങ്ങൾ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിച്ചിരുന്നു. സ്പെയിനെതിരെ നടന്ന മത്സരത്തിൽ 1 ഗോൾ റൊണാൾഡോ നേടി. അതിനു മുൻപ് ജർമ്മനിക്കെതിരെ റൊണാൾഡോ 1 ഗോൾ കണ്ടെത്തിയിരുന്നു. അതിനു മുൻപ് അൽ ഫത്തേഹ്, അൽ ഖലീജ് എന്നിവർക്കെതിരെയായിരുന്നു അൽ നസർ കളിച്ചിരുന്നത്. ആ മത്സരങ്ങളിൽ നിന്നായി 2 ഗോളുകൾ റൊണാൾഡോ നേടിയിട്ടുണ്ട്. അങ്ങനെ അവസാനമായി കളിച്ച 7 മത്സരങ്ങളിൽ നിന്ന് 10 ഗോളുകൾ പൂർത്തിയാക്കാൻ റൊണാൾഡോക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാരക ഫോമിലാണ് അദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് അൽ നസർ പുതുക്കിയിരുന്നു. ആ തീരുമാനം തെറ്റിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അൽ നസർ ഇപ്പോഴും റൊണാൾഡോയെ ആശ്രയിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.